ഇവാഞ്ചലിയും അനുദിന സുവിശേഷ വിചിന്തനം. പെസഹ കാലം 2-ാം വാരം ചൊവ്വ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ് ഇന്ന് തിരുസഭ നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത്. യേശുവും നിക്കോദേമോസും തമ്മിലുള്ള ഒരു സംഭാഷണമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നാം കാണുന്നത്. യേശുനാഥൻ പറയുന്ന സ്വർഗീയ കാര്യങ്ങളെക്കുറിച്ച് നിക്കോദേമോസിന് മനസ്സിലാകുന്നില്ല. യേശു അവൻ്റെ അറിവില്ലായ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവനോട് പറയുന്നു, നീ വീണ്ടും ജനിക്കണം, നീ ആത്മാവിൽ ജനിക്കണം എന്ന് യേശു നിക്കോദേമോസിനോട് പറയുന്നു. സുവിശേഷത്തിൽ നാം കാണുന്നത് നിക്കോദേമോസ് യേശുവിനെ കാണാൻ വരുന്നത് രാത്രിയിലാണ്. ഭയം മൂലമാണ് അദ്ദേഹം യേശുവിനെ കാണുവാൻ രാത്രികാലങ്ങളിൽ വന്നിരുന്നത്. കാരണം നിക്കോദേമോസ് ഒരു യഹൂദ പ്രമാണിയായിരുന്നു. അതിനപ്പുറത്തേക്ക് അദ്ദേഹം ഒരു ഫരിസേയൻ കൂടിയായിരുന്നു. അദ്ദേഹത്തിന് അദ്ദേഹമായിരുന്ന സമൂഹത്തെ ഭയമായിരുന്നു. സമൂഹം എന്ത് വിചാരിക്കും എന്ന ഭയം. യേശുവിനെ അനുഗമിക്കുന്ന കാര്യത്തിൽ പലപ്പോഴും നമ്മളും നിക്കോദേമോസിനെ പോലെ ആകാറുണ്ട്. അതായത് ദേവാലയത്തിൽ പോയി ദിവ്യബലിയിൽ പങ്കെടുത്ത് ഒന്ന് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ചാൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് കരുതുന്ന അവസ്ഥ നമ്മിൽ പലർക്കും ഉണ്ട്. ഒരിക്കൽ കാറ്റഗീസം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ക്ലാസ്സിലെ കുട്ടികളോട് പറഞ്ഞു, എല്ലാ ആഴ്ചയിലും ദേവാലയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ബൈബിൾ കൊണ്ടുവരണമെന്ന്. എന്നാൽ അവർ ബൈബിൾ കൊണ്ടുവരുവാനായിട്ട് മടി കാണിക്കുമായിരുന്നു. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഇതാണ്: ഈ ബൈബിളൊക്കെ പിടിച്ചു കൊണ്ടുവരുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് സമൂഹത്തിൻ്റെ മുമ്പിൽ ഈശോയെ പ്രഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല. ഈ യഹൂദരുടെ വിശ്വാസപ്രകാരം ഒരാൾ യഹൂദനായി ജനിച്ചാൽ അയാൾ നിത്യജീവന് അർഹനാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു. അയാൾ രക്ഷ പ്രാപിക്കുമെന്നാണ് അവരുടെ വിശ്വാസം. എന്നാൽ നിക്കോദേമോസ് മനസ്സിലാക്കി, ഇതല്ല സത്യം, ഇതിനേക്കാൾ ഉപരിയായി മറ്റെന്തോ ഉണ്ടെന്ന് അയാൾ മനസ്സിലാക്കി. യേശുവിൻ്റെ അടുക്കലേക്ക് പോകുവാനായിട്ട് അയാൾക്ക് സാധിച്ചു. ഫരിസേയർ അവരുടെ വിശുദ്ധ ഗ്രന്ഥമായ തോറയിൽ അഗ്രഗണ്യരായിരുന്നു. എങ്കിലും നിക്കോദേമോസ് യേശുവിൻ്റെ അടുക്കലേക്ക് വരുന്നുണ്ട്. അതായത് എളിമപ്പെടുവാൻ നമുക്ക് സാധിക്കണം. പിന്നെ ഈശോയെ അറിയുവാനായിട്ടുള്ള അതിയായ ആഗ്രഹം അദ്ദേഹത്തിനുണ്ടായിരുന്നു. നമുക്കും ഉണ്ടാകേണ്ടത് അതുതന്നെയാണ്. ഈശോയെ അറിയുവാനുള്ള ആഗ്രഹം എപ്പോഴും നമ്മിൽ ഉണ്ടാകണം. അങ്ങനെ ഈശോയെ അറിഞ്ഞു കഴിഞ്ഞാൽ നാം ഈശോയെ സ്നേഹിക്കും. ഈശോയെ നമ്മൾ സ്നേഹിക്കുമ്പോൾ പിന്നെ നമ്മളല്ല, ക്രിസ്തുവാണ് നമ്മിൽ ജീവിക്കുന്നത്. ആൾട്ടർ ക്രിസ്തുസ്, മറ്റൊരു ക്രിസ്തുവായിട്ട് നമ്മൾ രൂപാന്തരപ്പെടും. മറ്റൊരു ക്രിസ്തുവാകുക എന്ന് പറയുന്നത് നാം നമ്മുടെ പാപം നിറഞ്ഞ ആ പഴയ മനുഷ്യനെ നീക്കം ചെയ്ത് ക്രിസ്തുവാകുന്ന പുതിയ വസ്ത്രത്തെ ധരിക്കുകയാണ്. അതായത് ഒരു പുതിയ ജനനത്തെക്കുറിച്ചാണ് സുവിശേഷം നമ്മോട് പറയുന്നത്. ഈ കഴിഞ്ഞ തപസ് കാലത്ത് ഒത്തിരി കാര്യങ്ങൾ നാം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. പലതിനോടും നോ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഒരു നല്ല ഈസ്റ്റർ ആഘോഷിച്ചു. എന്നാൽ ഇനി ഈസ്റ്റർ കഴിഞ്ഞെന്ന് കരുതി ആ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു പോകേണ്ട ആവശ്യമില്ല. മറിച്ച് എന്നേക്കുമായി അത് ഉപേക്ഷിക്കുവാൻ നമുക്ക് സാധിക്കണം. എങ്കിൽ മാത്രമാണ് ആ പുതിയ ജനനം നമ്മിൽ നിലനിൽക്കുകയുള്ളൂ. ക്രിസ്തുവാകുന്ന ആ പുതിയ ജനനം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.